എൻ്റെ പേര് സജിനി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ 28 വർഷമായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG സെക്ഷനിൽ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഒരു 5 വർഷം മുമ്പാണ് ഞാൻ കൃപാസന പത്രത്തിലൂടെയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. ഞാൻ ആ പത്രം വായിച്ചപ്പോൾ മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം, അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കൃപാസനത്തിൽ ഒന്നും പോകണ്ട, നീ ഇവിടെ മാതാവുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലാതിരുന്നുകൊണ്ട് ഞാൻ എന്താണ് ഉടമ്പടിയെന്നോ അല്ലെങ്കിൽ എന്താണ് ഉടമ്പടി പുതുക്കുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ സമയങ്ങളിലെല്ലാം കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അന്ന് എൻ്റെ ഹസ്ബൻഡിനൊരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൊണ്ടൊന്നും എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം മാതാവ് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ വന്ന് എന്നോട് പറഞ്ഞു, ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരു പേപ്പറിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പേപ്പറും ക്യാഷും എല്ലാം അവരെ കൊടുത്തു. പക്ഷേ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്ന് എൻ്റെ പേപ്പറെല്ലാം അവിടെ റിജക്റ്റായി. എങ്കിലും ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇതേ ഏജൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഇനി പോകാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഇനി ആദ്യമേ പേപ്പർ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ബെനിച്ചേട്ടൻ വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം ആലോചിച്ച ശേഷം ബെനിച്ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോകാം എന്ന് പറഞ്ഞ ബെനിച്ചേട്ടൻ പേപ്പറും പാസ്പോർട്ടും ക്യാഷും കൊടുത്തു. ക്യാഷ് കൊടുത്ത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വെഞ്ചേട്ടൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി. വെഞ്ചേട്ടൻ 2022 നവംബർ മാസം 14-ാം തീയതി 6 മാസത്തെ വിസിറ്റിംഗ് വിസയോടുകൂടി ഇറ്റലിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകാമായിരുന്നു. ഞാൻ അമ്മയോട് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അന്നേരം എന്നോട് തടസ്സമൊന്നും പറഞ്ഞില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ടീച്ചറൊക്കെ ആയതുകൊണ്ട് എനിക്ക് ലീവിനൊക്കെ ഒത്തിരി തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ എൻ്റെ മൂത്ത മകൾ ഇവിടെയാണ് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, കൊച്ചു വരുമ്പോൾ നീ കൊച്ചിനെയും കൂട്ടി കൃപാസനത്തിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെക്കേഷനിൽ മോള് വന്നപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഞാനുമായിട്ട് കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞു. ഇവിടെ എനിക്ക് കാലുകുത്താൻ സാധിച്ചതിനാണ് ഞാൻ ആദ്യം മാതാവിനോട് നന്ദി പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്തു, ഉടമ്പടി പുതുക്കുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലും ആഗ്രഹം തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഇത് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം അടുപ്പിച്ച് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, വചനമൊക്കെ വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു. അങ്ങനെ മെയ് മാസം 25-ാം തീയതി ഇവിടെ ഞാനും വെക്കേഷന് എൻ്റെ മോള് ഈസ്റ്ററിൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഞാനും എൻ്റെ 2 മക്കളും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ ആദ്യത്തെ നിയോഗം ഈ ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് ഉയർത്തണേ എന്നായിരുന്നു. 2ാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് 6 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഇറ്റലിയിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇത് ഇനി മുന്നോട്ട് ഇപ്പോഴൊന്നും പേപ്പർ കിട്ടിയല്ല, ഇനി എന്നാണോ ഓപ്പൺ പേപ്പർ അവിടെ ഇറങ്ങുന്നത് ആ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നാണ്
അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ പേപ്പറാക്കി ഇവിടെ തിരിച്ചു വരാൻ മാതാവ് അനുഗ്രഹിക്കണേ. അപ്പം ഞാൻ ഇവിടെ വന്ന് അത് കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തോളാമെന്ന് ഞാൻ നേർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഉടമ്പടിയെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇത് പേപ്പർ ആകുന്നൊന്നും തോന്നുന്നില്ല, ഇനി ഇത് ഓപ്പൺ പേപ്പർ ആക്കണം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം പുതുക്കേണ്ട സമയത്ത് ഒരാഴ്ച മുമ്പ് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വെഞ്ചേട്ടന് കിട്ടിയ ഫാമിലി നല്ലൊരു കുടുംബമായിരുന്നു, അവർ തന്നെ കോൺട്രാക്റ്റ് വെക്കാമെന്നും ഫിംഗറിനുള്ള ഡേറ്റും കിട്ടി. അങ്ങനെ ഞാനിവിടെ ശനിയാഴ്ച വന്ന് ഉടമ്പടി പുതുക്കി ഞായറാഴ്ച വീട്ടിൽ ചെന്ന് ഞാൻ തിങ്കളാഴ്ച എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ തിങ്കളാഴ്ചയായിരുന്നു വെഞ്ചേട്ടൻ്റെ ഫിംഗർ. അപ്പം ഞാൻ രാവിലെ വിശുദ്ധ ബലിയിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൃപാസന പത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഈ പത്രത്തിലൂടെയാണ് നിന്നെ അറിഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്, ഞാൻ ആ ഫോട്ടോയുടെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കൃപാസന പത്രത്തിലൂടെയാണ് അമ്മ മാതാവിനെ അറിഞ്ഞത്. അപ്പം അമ്മ മാതാവേ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി. അന്ന് ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. അപ്പം ഞാൻ എനിക്ക് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒന്നും പറ്റിയില്ല. ഉച്ചയായപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ സ്കൂൾ ബസ്സിൽ നിന്നപ്പോൾ എന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇറ്റാലിയൻ ഓഫീസിലേക്ക് പോവുകയാണ്, നീ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ച പാടെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, നമ്മുടെ